الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم فاذكروا في الكتاب إبراهيم إنه كان صديقا نبيا സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ബലിപെരുന്നാളിനോട് അടുത്തു നിൽക്കുന്ന ദുൽഹിജ്ജ മാസത്തിലെ ഏറ്റവും പുണ്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന, ചെയ്യുന്ന കർമ്മങ്ങൾക്ക് റബ്ബിൻ്റെ അടുക്കൽ വലിയ സ്വീകാര്യതയുള്ള ദിവസങ്ങളിലൂടെയാണ് നാം ചലിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇബാദത്തുകൾ അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നല്ല വിലയുള്ള, ക്വാളിറ്റിയുള്ള കർമ്മങ്ങളായി അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് നമുക്കതിന് മുതൽക്കൂട്ടാക്കി തരുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ സുപ്രധാനമായ മാതൃകകളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അതിലേറ്റവും പ്രധാനമാണ് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന എന്നുള്ളത്. 10ഓളം ദുആകളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു എടുത്തു പറഞ്ഞ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥനകൾ കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അദ്ദേഹം പ്രാർത്ഥിക്കുക മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയിൽ സ്വന്തം ശരീരത്തിനു വേണ്ടി തേടുന്നതോടൊപ്പം അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് വേണ്ടി, അദ്ദേഹത്തിൻ്റെ പിതാവിന് വേണ്ടി, അദ്ദേഹത്തിൻ്റെ സമൂഹത്തിനു വേണ്ടി, വരാനിരിക്കുന്ന ഉമ്മത്തിന് വേണ്ടി, മുസ്ലിം സമുദായത്തിന് വേണ്ടി, സ്വന്തം നാടിനു വേണ്ടി ഒക്കെ അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് നമ്മൾ മനസ്സിലാക്കിയതാണ്.
അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യുന്നത് പ്രത്യേകം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു എടുത്തു പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. തൻ്റെ കുടുംബങ്ങളോ തൻ്റെ സമൂഹമോ ആളിക്കത്തുന്ന നരകത്തെ സ്പർശിച്ചുകൂടാ എന്ന അതിയായ താല്പര്യമുള്ള വ്യക്തിത്വമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. അതുപോലെ ഉള്ള പ്രവാചകന്മാരെല്ലാവരും. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആനിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ശ്രേഷ്ഠതകൾ, പ്രത്യേകതകൾ പഠിപ്പിച്ചിടത്ത് നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകന്മാരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നത് കാണാം. നിങ്ങളോട് അടുത്തു നിൽക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ ദീനിനെ നിങ്ങൾ എത്തിച്ചു കൊടുക്കണം, അള്ളാഹുവിൻ്റെ ദീന് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. മൊത്തത്തിൽ മുഅ്മിനീങ്ങളോടുള്ള റബ്ബിൻ്റെ കൽപ്പന, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഖു അൻഫുസകും വഅഹ്ലീകും നാറ, നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെ ശരീരത്തെയും നിങ്ങൾ നരകത്തിൽ നിന്ന് കാക്കണം. വഖൂദുഹന്നാസു വൽ ഹിജാറ, മനുഷ്യനെയും കല്ലിനെയും ഇന്ധനമാക്കി കരിച്ചു കളയുന്നതാണ് നരകം. അലൈഹാ മലായികത്തുൻ ഗിലാലുൻ ശിദാദ് ലാ യഗ്സൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ഒരു സെക്കൻഡ് പോലും തെറ്റിച്ചു കളയാത്ത പരിക്കന്മാരായ മലക്കുകളെ കാവൽ നിർത്തിയ നരകത്തെ അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. കല്ലിൻ്റെ കൂടെ, മനുഷ്യന്റെ ശരീരത്തിൻ്റെ കൂടെ കല്ല് കത്തി ചാമ്പലാകുന്ന നരകത്തെ അല്ലാഹു പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞത്, ഖു അൻഫുസകും വഅഹ്ലീകും നാറ, നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ കുടുംബത്തിൻ്റെ ശരീരവും നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം, അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം, പ്രയത്നിക്കണമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നത് കാണാം. പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാന്മാരായ പ്രവാചകന്മാരോടടക്കം അള്ളാഹുവിൻ്റെ കൽപ്പന, വഅൻദിർ അശീറതകൽ അഖ്റബീൻ. നോക്കൂ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. പ്രവാചകന്മാരോട് റബ്ബ് പറയുന്ന വാചകം, പ്രവാചകരെ മുഹമ്മദ് റസൂലുള്ളാഹിനോട് അല്ലാഹ് പറഞ്ഞ വാക്ക്, വഅൻദിർ അശീറതകൽ അഖ്റബീൻ, ഏറ്റവും അടുത്ത് നിൽക്കുന്നവരോട്, നിന്നോട് അടുത്തു നിൽക്കുന്ന ആളുകളോട് നീ കൽപ്പിക്കുക, അള്ളാഹുവിൻ്റെ ദീനിനെ ദഅവത്ത് ചെയ്യാൻ, ഈ ദീനിനെ എടുത്തു പറഞ്ഞു കൊടുക്കാൻ, നരകത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷപ്പെടുത്താൻ അവരവരുടെ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും സമയം കൊണ്ടും പണിയെടുക്കണമെന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇസ്ലാമിലെ ദഅവത്ത് എന്നുള്ളത് ഓരോ മുസ്ലിമിൻ്റെയും ബാധ്യതയാണ്. ആ ബാധ്യത നിർവഹണത്തിൻ്റെ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ പീഡനങ്ങളും പ്രതിസന്ധികളും അനുഭവിച്ച വ്യക്തിത്വമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. പരിശുദ്ധ ഖുർആൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് പഠിപ്പിക്കുന്നത് സൂറത്തു മറിയമിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത് കാണാം. ഫദ്കുർ ഫിൽ കിതാബ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വേദഗ്രന്ഥത്തിൽ പരാമർശിച്ചത് ഫദ്കുർ ഫിൽ കിതാബ് ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു ഓർമ്മിക്കുകയാണ്, അല്ലെങ്കിൽ ആ ചരിത്രത്തെ അയവിറക്കുകയാണ്. എന്താണ് അള്ളാഹു പഠിപ്പിക്കുന്ന വാക്ക്? ഇന്നഹു കാന സുദ്ദീഖൻ നബിയ, അദ്ദേഹം സത്യസന്ധനായ ഒരു പ്രവാചകനാണ്, സത്യസന്ധനായ ഒരു പ്രവാചകനാണ്. അദ്ദേഹത്തിൻ്റെ ദൗത്യം തുടങ്ങുന്നത്, അദ്ദേഹത്തിൻ്റെ ദഅവത്തിൻ്റെ തുടക്കം കുറിക്കുന്നത് തൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം. വീട്ടിൽ നിന്ന് തുടങ്ങണം, നിങ്ങളോട് അടുത്തവരോട് നിങ്ങൾ പറഞ്ഞു തുടങ്ങണം എന്നൊക്കെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് നമ്മൾ മനസ്സിലാക്കി. പ്രിയമുള്ളവരെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വാപ്പയിൽ നിന്ന് തുടങ്ങാൻ, ഉപ്പാനെ വിളിച്ചുകൊണ്ട് പറയാൻ, ആരാണ് വാപ്പ? നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും ഷിർക്കിനെ ജനങ്ങൾക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ വേണ്ടി വിഗ്രഹങ്ങൾ സ്വന്തം കൈകൾ കൊണ്ട് കൊത്തിയുണ്ടാക്കുന്ന വ്യക്തിത്വം, അത് കച്ചവടം ചെയ്ത് ജീവിതം മുന്നോട്ട് നയിക്കുന്ന വ്യക്തിത്വം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പിതാവ് ആസറിന്റെ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് കാണാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം സഹോദരങ്ങളെ, ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, ഈ ദഅവത്തിന്റെ കൽപ്പന വന്നപ്പോ, അള്ളാഹുവിന്റെ ദീന് റബ്ബ് കൽപ്പിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം വന്നപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വിളിക്കുകയാണ്. ഇത് ഖാല ലി അബീഹി, അദ്ദേഹം തന്റെ പിതാവിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ അബത്തി, എന്റെ പൊന്നുവാപ്പ, ലിമ തഅബുദു, നിങ്ങൾ എന്തിനെയാണ് ആരാധിക്കുന്നത്? മലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ, വാപ്പ നിങ്ങൾ എന്തിനെയാണ് ഉപ്പ നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്?
കേൾക്കാൻ കഴിയാത്ത, കാണാൻ കഴിയാത്ത, ഒരു ഉപകാരവും ചെയ്യാൻ കഴിയാത്തതിനോട് എന്തിനാണ് വാപ്പാ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്? നിങ്ങൾക്കൊരു ഷർറ് നൽകാനോ നിങ്ങൾക്കൊരു ഖൈറ് നൽകാനോ ആ കാണുന്ന വിഗ്രഹത്തിനെ കൊണ്ട് സാധ്യമല്ല. ഏകദൈവ വിശ്വാസത്തിന്റെ ഏറ്റവും തെളിമയാർന്ന വഴി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വാപ്പാക്ക് പറഞ്ഞു കൊടുക്കാൻ, വാപ്പാന്റെ മുന്നിൽ വിശദീകരിച്ചു കൊടുക്കാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിക്കുന്നത് കാണാം. നോക്കൂ നിങ്ങൾ, എന്നിട്ട് പറയാണ്, യാ അബതി ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽമി മാ ലം യഅതിക ഫത്തബിഅനി അഹദിക സിറാതൻ സവിയ്യാ. വാപ്പ, കാണാനോ കേൾക്കാനോ കഴിയാത്തതിന് നിങ്ങൾ ആരാധിക്കരുത്. ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽമ്, ഞാനിതാ നിങ്ങൾ എന്നിലേക്ക് വരൂ, എൻ്റെ അടുക്കൽ ഒരു ഇൽമുണ്ട്, ഒരു അറിവുണ്ട്. മലം യഅതിക ഫത്തബിഅനി അഹദിക സിറാതൻ സവിയ്യാ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വാപ്പാനോട് പറയാ, തീർച്ചയായും എനിക്ക് എൻ്റെ റബ്ബ് ഒരു അറിവ് നൽകിയിട്ടുണ്ട്, ആ അറിവിലേക്ക് നിങ്ങൾ മടങ്ങണം. എൻ്റെ ഉപ്പ, എൻ്റെ വാപ്പ എന്ന് വിളിച്ചുകൊണ്ട് അദ്ദേഹം പറയാൻ, നിങ്ങൾക്ക് അറിവ് കിട്ടിയിട്ടില്ല, പൂർവ്വപിതാക്കളായി നിങ്ങൾ പറയുന്നവർക്ക് അറിവ് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ ഞാൻ പറയുന്നതിലേക്ക് മടങ്ങി വരൂ എന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിലേക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വിളിക്കുകയാണ് സ്വന്തം പിതാവിനെ. അവിടെ നിർത്തിയോ? നിർത്തിയില്ല. യാ അബത്തി, എൻ്റെ പൊന്നു പിതാവേ, ലാ തഅബുദി ശൈത്വാൻ, നിങ്ങൾ ശൈത്താനിനെ നിങ്ങൾ ആരാധിക്കരുത്, ഇബ്ലീസിനെ നിങ്ങൾ ആരാധിക്കരുത്. ഇന്ന ശൈത്വാന കാന ലിർറഹ്മാനി അസിയ. ഉപ്പ, ശൈത്വാൻ ആരാണെന്ന് നിങ്ങൾക്കറിയോ? ആ ഇബ്ലീസിന്റെ വഴി അത് നിങ്ങൾ സ്വീകരിക്കരുതെന്നാ. എന്തുകൊണ്ടാണ് ഇബ്ലീസിനെ ആരാധിക്കരുതെന്ന് പറയാനുള്ള കാരണം? അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുന്നതിലേക്ക് ഒരു മനുഷ്യന്റെ ചിന്തയെ ക്ഷണിക്കുന്നത് ശൈത്വാനാണ്, ഇബ്ലീസാണ്. ഒരു മുസ്ലിം, 5 നേരം നിസ്കരിക്കുന്ന മുസ്ലിം കെട്ടി ഉയർത്തിയ ജാറത്തിലേക്ക് അവന്റെ ശ്രദ്ധ ക്ഷണിക്കുന്നുണ്ടെങ്കിൽ അത് ഇബ്ലീസിന്റെ തന്ത്രമാണ്, ഇബ്ലീസിന്റെ വലയമാണ്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ ഗൗരവമായി പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വാപ്പാനോട് പറഞ്ഞത്, ലാ തഅബുദി ശൈത്വാൻ, നിങ്ങൾ ശൈത്വാനിനെ ആരാധിക്കരുത്, ശൈത്വാനിന്റെ വഴി സ്വീകരിക്കരുത്, ശൈത്വാനിനെ നിങ്ങൾ അനുസരിക്കരുത്. നമ്മുടെ നാട്ടിലും ഇന്ന് പല ആളുകളും ശൈത്വാനിനെ അനുസരിക്കുന്നവരായി, ശൈത്വാനിന്റെ പിൻഗാമികളായി മാറുകയാണ്. കെട്ടി ഉയർത്തിയ ഖബറുകളുടെ മുന്നിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നവർ പച്ചയായി CM ഊരിനെ, അതെ, ലോകത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത വ്യക്തിത്വമാണെന്ന് പച്ചക്ക് വാഴ്ന്നു പറയാൻ മടിക്കാത്ത ഒരു ജനത വളർന്നു വരുന്നുണ്ടെങ്കിൽ സഹോദരങ്ങൾ, അവിടെ ഇബ്ലീസ് ജയിച്ചുകൊണ്ടിരിക്കുന്നു എന്നർത്ഥം, ഇബ്ലീസ് വിജയിച്ചുകൊണ്ടിരിക്കുന്നു എന്നർത്ഥം. ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. പരിശുദ്ധ ഖുർആനിലൂടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാക്ക് അല്ലാഹു വാപ്പാനോട് ഇബ്രാഹിം നബി പറഞ്ഞ വാചകത്തെ എടുത്തു പഠിപ്പിക്കുന്നത് കാണാം. ലാ തഅബുദി ശൈത്വാൻ, ശൈത്വാനെ നിങ്ങൾ ആരാധിക്കരുത്. ശൈത്വാനിന് ഇഷ്ടപ്പെട്ട പ്രവർത്തനമാണ് ശിർക്ക്. അതുകൊണ്ട് കെട്ടി ഉയർത്തിയ ഖബറുകൾ ശൈത്വാനിന്റെ കേന്ദ്രമാണ്, ശൈത്വാനിന്റെ കേന്ദ്രമാണ്, ഇബ്ലീസിന്റെ കേന്ദ്രമാണ്. അതുകൊണ്ട് ഗൗരവമായി നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ ലഅനത്തിറങ്ങുന്ന, അള്ളാഹുവിന്റെ ശാപമിറങ്ങുന്ന കേന്ദ്രമായി ഇസ്ലാമിക ലോകം നമ്മളെ പഠിപ്പിക്കുന്ന വാചകമാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അത്തരത്തിലുള്ള ശിർക്കിന്റെ വഴിയിലേക്ക് പോകരുതെന്ന് മാത്രമല്ല, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പോകുന്നവരെ തടയുകയാണ്. നമ്മുടെ കുടുംബത്തിലുള്ളവരെ, നമ്മുടെ കൂട്ടുകാരെ, നമ്മുടെ സുഹൃത്തുക്കളെ, കൂടെ പഠിക്കുന്നവരെ, കൂടെ ജോലി ചെയ്യുന്നവരെ, ആരെയും അത്തരം പ്രവർത്തനത്തിലേക്ക് പോകുന്നവരെ കാണുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം, ദഅവത്ത് നിർവഹിക്കണമെന്ന ഗൗരവമായ ചിന്ത ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമുക്ക് കൈമാറുകയാണ്. ലാ തഅബുദി ശൈത്വാൻ, ഒപ്പ നിങ്ങൾ പിശാചിനെ ആരാധിക്കരുത്, ശൈത്വാനിനെ നിങ്ങൾ ആരാധിക്കരുത്. അങ്ങനെ നിങ്ങൾ ആരാധിച്ചാൽ ആ ശൈത്വാൻ, ഇന്ന ശൈത്വാന കാന ലിർറഹ്മാനി അസിയ, പിശാച് എന്ന് പറഞ്ഞാൽ റബ്ബിനോട് ധിക്കാരം കാണിച്ചവനാണവൻ, അള്ളാഹുവിനോട് ധിക്കാരം
ധിക്കാരം കാണിച്ച ധിക്കാരിയാണ് ശൈത്വാൻ. ആ ഇബ്ലീസിന്റെ വലയിലേക്ക് നിങ്ങൾ അകപ്പെടരുത് എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വാപ്പയെ ഉപദേശിക്കുന്നത്, വാപ്പാനോട് ദഅവത്ത് നിർവഹിക്കുന്നത് ചരിത്രത്തിൽ നമുക്ക് കാണാം. യാ അബത്തി, എന്റെ പൊന്നുവാപ്പ, ഇന്നി അഖാഫു അൻ യമസ്സക അദാബും മിനർ റഹ്മാനി ഫതകൂന ലിശൈത്വാനി വലിയ. നിങ്ങൾ നോക്കൂ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വാപ്പനോട് പറയാണ്, യാ അബത്തി, എന്റെ പൊന്നുവാപ്പ, ഇന്നി അഖാഫു അൻ യമസ്സക, അതെ, നിങ്ങളെ സ്പർശിക്കുന്നത്, നിങ്ങളെത്തിപ്പെടുന്നതിന് ഞാൻ പേടിക്കുന്നു, എനിക്ക് ഭയമുണ്ട് വാപ്പ നിങ്ങളെ കാര്യത്തിൽ. ഈ ശിർക്ക് ചെയ്ത് കുഫറിന്റെ പ്രവർത്തനം ചെയ്ത് നിങ്ങൾ പോകുന്നത് അദാബും മിനർ റഹ്മാൻ, അള്ളാഹുവിന്റെ അദാബിലേക്ക്, റഹ്മാനായ റബ്ബ് ഒരുക്കിയിട്ടുള്ള അദാബിലേക്കാണ് വാപ്പ നിങ്ങൾ പോകുന്നത്. അതുകൊണ്ട് ഫതകൂന ലിശൈത്വാനി വലിയ, ഇബ്ലീസിനെയാണ് നിങ്ങൾ വലിയായി, സംരക്ഷകനായി നിങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് സുരക്ഷിതത്വം നൽകുന്നവൻ ശൈത്വാനാണെന്ന ധാരണയിലാണ് നിങ്ങളുടെ പോക്ക്. അതുകൊണ്ട് വാപ്പ, നിങ്ങൾ ഇബ്ലീസിൻ്റെ വലയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടണം. അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഞാൻ, നിങ്ങളിലേക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷ വരുന്നതിന് ഞാൻ പേടിക്കുന്നു എന്ന് സ്വന്തം വാപ്പാൻ്റെ പരലോകത്തെ ഓർത്തുകൊണ്ട് ആവർത്തിച്ച് ദഅവത്ത് നിർവഹിച്ചത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഈ ദഅവത്തിൻ്റെ ഒരു ശൈലി കൂടി നോക്കൂ നിങ്ങൾ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ദഅവത്ത് നിർവഹിച്ച ശൈലി, ഉപ്പയാണ്. ഉപ്പാൻ്റെ സ്ഥാനം, ആ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ തൻ്റെ ഉപ്പാനെ വിളിച്ചുകൊണ്ട് ദഅവത്ത് നിർവഹിക്കാൻ. യാ അബത്തി, യാ അബത്തി, എൻ്റെ പൊന്നുവാപ്പ, എൻ്റെ പൊന്നുവാപ്പ, യാ അബത്തി, യാ അബത്തി. ആ പ്രയോഗം പരിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വിളിക്കാൻ. യാ അബത്തി, സ്നേഹത്തോടെ വിളിച്ചുകൊണ്ട് ആവർത്തിച്ച് പറഞ്ഞു കൊടുത്തു. എന്നാൽ ഷിർക്കിൻ്റെ വക്താവായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പിതാവ് ആസർ, ആ ഷിർക്കിൻ്റെ വക്താവായ ആസറിൻ്റെ പ്രതികരണം ചരിത്രത്തിൽ നമുക്ക് കാണാം, പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പേര് വിളിച്ചുകൊണ്ട് പറയാണ്, ഖാല അറാഗിബുൻ അൻത അൻ ആലിഹതി യാ ഇബ്രാഹിം. ഇബ്രാഹിമേ, അതെ, നീ എൻ്റെ ദൈവങ്ങളെയൊക്കെ നീ തള്ളിപ്പറയാണോ? അതിനൊക്കെ നീ അവഗണിച്ച് തള്ളിപ്പറയുകയാണോ? എന്നിട്ട് പറഞ്ഞ വാക്ക്, ലഇല്ലം തൻതഹി ലഅർജുമന്നക വഹ്ജുർനി മലിയ. എൻ്റെ കൺമുന്നിൽ നിന്ന് പോയിക്കോ, എറിഞ്ഞോടിക്കും ഞാൻ, എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ നിന്ന് പോയിക്കോ, എറിഞ്ഞോടിക്കുമെന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് വാപ്പ പ്രതികരിക്കാൻ. സ്നേഹത്തോടെ പറഞ്ഞു കൊടുക്കുമ്പോഴും ഷിർക്കിൻ്റെ വക്താക്കളുടെ പ്രതികരണം ഇതായിരുന്നു. പക്ഷെ അവിടെ നിർത്തിയിട്ടില്ല. ആ ഒരു വാചകം പറഞ്ഞു എന്ന് കരുതി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ദഅവത്ത് അവിടെ നിർത്തിയില്ല. നമ്മുടെ ബാധ്യതയാണിത്. നമ്മുടെ കുടുംബത്തിൽ ഷിർക്ക് ചെയ്യുന്നവരുടെ കൈ പിടിക്കണം, പറഞ്ഞു കൊടുക്കണം. നമ്മളെന്താ ഒറ്റ പ്രയോഗ, നന്നാവില്ല, എത്ര പറഞ്ഞാലും നന്നാവില്ല. നന്നാകോല്ലേ എന്നുള്ളത് അള്ളാഹു തീരുമാനിക്കണം. ദഅവത്ത് നിർവഹിക്കുക എന്ന ദൗത്യം നമ്മുടേതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ദൗത്യം കൃത്യമായി നിർവഹിക്കുന്നു. വാപ്പ എറിഞ്ഞോടിക്കും, എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കോ എന്ന് പറഞ്ഞിട്ടും ആ വാചകം നിർത്തിയില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് പറയാ, ഖാല സലാമുൻ അലൈക്, ഖാല സലാമുൻ അലൈക്, നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും ഉണ്ടാകട്ടെ വാപ്പ. സഅസ്തഗ്ഫിറു ലക റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് എൻ്റെ ഉപ്പാക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിനെ തേടും, ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്നഹു കാന ബി ഹഫിയ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ വാപ്പാനോട് പറയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് പേടിയുണ്ട്. നിങ്ങൾ ശിർക്കിലാണ്, നിങ്ങൾ കുഫറിലാണ്, വിഗ്രഹത്തെ ആരാധിക്കുന്ന പിതാവാണ് നിങ്ങൾ. അതുകൊണ്ട് ആവർത്തിച്ച ദൗത്യ നിർവഹണത്തിൽ കൂടുതൽ ശ്രദ്ധ കാണിക്കുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ചരിത്രത്തിൽ നമുക്ക് കാണാം. സഹോദരങ്ങളെ, ഈ ദഅവത്തിൻ്റെ പ്രവർത്തനത്തിൽ വലിയ മാതൃകയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമുക്ക് കാണിച്ചത്. നമ്മളെ വീട്ടിൽ സൽക്കാരത്തിന് കുടുംബക്കാർ വരും, കൂട്ടുകാർ വരും. നമ്മുടെ കുടുംബത്തിലൊരു പ്രശ്നമുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഒരുമിക്കും, അല്ലേ? ഒരാൾക്കൊരു അസുഖം ബാധിച്ചാൽ അയാളുടെ അടുക്കലേക്ക് നമ്മൾ പോകും. പക്ഷെ ആ മനുഷ്യൻ പച്ചയായ ഷിർക്കിൽ അകപ്പെട്ടിട്ടാണ് കിടക്കുന്നതെന്ന് നമുക്കറിയാം.
എന്നാലും മിണ്ടാത്ത ആൾക്കാരുണ്ട്, ദഅവത്ത് നിർവഹിക്കാത്ത ആൾക്കാർ. ചിലക്കാരെന്നൊക്കെ പറയാം, ഞാനിപ്പോൾ അങ്ങോട്ട് പറഞ്ഞാൽ ഓനിപ്പം ഞാൻ തന്നെ പറ്റി കരുതുക, വെറുതെ ഇപ്പം എന്തിനാ ഓൻ്റെ വെറുപ്പ് ഞാൻ സ്വീകരിക്കുന്നത് ഏറ്റുവാങ്ങണത് എന്ന ചിന്താഗതിയാണ്. അരുത്. ഇസ്ലാം പഠിപ്പിച്ചത് ഈ ദൗത്യം നിർവഹിക്കണമെന്ന് തന്നെയാണ്. ഇത് ഓരോരുത്തരുടെയും ബാധ്യതയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അതിൻ്റെ യഥാർത്ഥ ഒരു പിക്ചർ നമ്മുടെ മുന്നിൽ ഇങ്ങനെ വരച്ച് കാണിച്ചു തന്നു. വാപ്പയിൽ നിന്ന് തുടക്കം കുറിച്ചു. കഴിഞ്ഞില്ല. ഇബ്രാഹിം നബി സമൂഹത്തിലേക്ക് ഇറങ്ങി. നിർത്തിവെക്കപ്പെട്ട വിഗ്രഹങ്ങളുടെ മുന്നിൽ ആരാധന നടത്തുന്നവരോട് വിളിച്ചു പറഞ്ഞു, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന്. ഈ ശിർക്ക് ചെയ്യുന്നവരുടെ സ്ഥാനം നരകമാണ് എന്ന് ആവർത്തിച്ച് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഓർമ്മപ്പെടുത്തി. പല ഹിക്മത്തുകളും പ്രയോഗിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അവരെന്താ ചെയ്തത്? തീക്കുണ്ടാരത്തിലേക്ക് ഏറ്റിക്കൊണ്ടുപോയി കിട്ടാവുന്ന വിറകുകളൊക്കെ സ്വരൂപിച്ചു. ലഭിക്കാവുന്ന വിറകുകളൊക്കെ സ്വരൂപിച്ച് അത് ഓളിക്കത്തുന്ന ആ തീയിലേക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വലിച്ചെറിയാണ് ചെയ്യുക. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ എറിയുന്ന ചരിത്രം നമുക്ക് കാണാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിക്കുന്നുണ്ട്, നിൻ്റെ റബ്ബിനോട് നിനക്ക് പ്രാർത്ഥിക്കാനില്ലേ? നിൻ്റെ റബ്ബ് നിന്നെ രക്ഷപ്പെടുത്തൂലേ? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, എൻ്റെ റബ്ബിന് എന്നെപ്പറ്റി ശരിക്കറിയാം, എൻ്റെ റബ്ബിന് എന്നെ അറിയാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് എറിഞ്ഞ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല തീയിനോട് പറഞ്ഞത് കാണാം. ഖുൽനാ, നാം പറഞ്ഞു, യാ നാർ, ഏ തീയേ, കൂനി, നീ ആവണം, ബർദം വസലാമൻ അലാ ഇബ്രാഹിം, ഇബ്രാഹിമിൻ്റെ മേൽ നീ സമാധാനവും തണുപ്പുമായി മാറണം എന്ന് തീയിനോട് റബ്ബ് കൽപ്പിച്ചു. അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് തീയ് സമാധാനത്തിൻ്റെ അതേ ഒരു കുളിര് പകരുന്ന, സമാധാനം പകരുന്ന ഒരു കേന്ദ്രമായത് മാറി. ഇബ്രാഹിം നബി അതിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നത് ചരിത്രത്തിൽ നമുക്ക് കാണാം. സഹോദരങ്ങളെ, ഈ ദൗത്യം നിർവഹിക്കുമ്പോൾ പീഡനങ്ങളുണ്ടാകും, പ്രതിസന്ധികളുണ്ടാകും, ബുദ്ധിമുട്ടുകളുണ്ടാവും. എല്ലാം ക്ഷമിക്കണം, സഹിക്കണം, സബറോടുകൂടി ഈ ദഅവത്തെന്ന ഉത്തരവാദിത്വം നിർവഹിക്കണം. ഇതിൽ നിന്ന് പിന്തിരിഞ്ഞു പോയാൽ നാളെ നമ്മുടെ അയൽവാസികളെക്കുറിച്ച്, നമ്മുടെ കുടുംബത്തിൽ നരകത്തിലേക്ക് പോകുന്നവരെക്കുറിച്ച് നമ്മളോട് അല്ലാഹു ചോദിക്കും, നിൻ്റെ ദൗത്യം നീ നിർവഹിച്ചിരുന്നോ? നമ്മുടെ അയൽവാസി നമുക്കെതിരെ വിരൽ ചൂണ്ടും. അത് ചൂണ്ടാതിരിക്കാൻ സഹോദരങ്ങളെ നമ്മൾ കൂടുതൽ ശ്രദ്ധ പാലിക്കുക. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നമുക്ക് കാണിച്ചു തന്ന ഈ ദൗത്യത്തെ നമ്മൾ കൃത്യമായി നിർവഹിക്കുന്ന ആളുകളായി മാറുക. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, الصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد اتقوا الله عباد الله. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരോടും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. ദുൽഹിജ്ജ ആദ്യത്തെ 10 സഞ്ചരിക്കുന്ന സമയത്ത് ഹാജിമാർ അവരുടെ അമലുകളിലേക്ക്, ഇബാദത്തുകളിലേക്ക് പ്രവേശിച്ച് നിൽക്കുന്ന ഈ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നിരന്തരം ദുആ ചെയ്യണം, പ്രാർത്ഥിക്കണം. ഹജ്ജ് എന്ന കർമ്മം അത് നിർവഹിക്കാനുള്ളൊരു തൗഫീഖ് നമുക്ക് കിട്ടണം. ഹജ്ജിൻ്റെ കാര്യത്തിൽ പല ആളുകളും സഹോദരങ്ങളെ ഗഫലത്തിലാണ്. സമ്പാദ്യം ഉണ്ടായിട്ടും ഒരു ഹജ്ജ് കർമ്മം നിർവഹിക്കണം എന്നൊരു ചിന്താഗതിയിലേക്ക് എത്തിപ്പെടാത്ത ആളുകൾ, പാപങ്ങൾ കഴുകിക്കളയുമെന്ന് അല്ലാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ള ഹജ്ജ് പൂർത്തിയായി മടങ്ങി വരുമ്പോൾ അന്ന് ജനിച്ച കുട്ടിയെപ്പോലെ എന്നാണ് ഹജ്ജിൻ്റെ മഹത്വം പഠിപ്പിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത്. മാത്രമല്ല, അവിടെ വെച്ച് ആ സന്ദർഭത്തിൽ ആണ് ഒരാൾ മരിക്കുന്നതെങ്കിൽ, ഇഹ്റാമിൽ പ്രവേശിച്ച് മരിക്കുന്നൊരു വ്യക്തിയെ സംബന്ധിച്ച് നാളെ പരലോകത്തവൻ എഴുന്നേറ്റ് വരുന്നത് മുലബ്ബിയൻ,
തൽബിയത്ത് ചൊല്ലുന്നവനായിക്കൊണ്ട് വരും എന്ന് പറഞ്ഞ ഹദീസ് നമുക്ക് കാണാം. സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലം അവനില്ല എന്ന് പഠിപ്പിക്കുന്ന ഹദീസ് കാണാം. സ്വർഗമാണ് അവൻ്റെ പ്രതിഫലം എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് കാണാം. ജിഹാദ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു ജിഹാദായി ഹജ്ജ് കർമ്മത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നത് കാണാം. ഇതൊക്കെ അതിൻ്റെ ഫളലുകൾ പഠിപ്പിക്കുന്ന ഹദീസുകളാണ്. അതിലെ ചില സൂചനകൾ മാത്രം. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഇത്രയും മഹത്വമുള്ള ഹജ്ജിലേക്ക് നിങ്ങൾ പ്രവേശിക്കണം. ആരോഗ്യവും സമ്പത്തും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, അതിനുള്ള സാഹചര്യം നമ്മുടെ കരങ്ങളിലുണ്ടെങ്കിൽ, യാത്ര ചെയ്ത് അവിടെ പോയി ആ ദൗത്യം നിർവഹിക്കാനുള്ള ആരോഗ്യവും അതിനുള്ള സമ്പാദ്യവും നമ്മുടെ കൈകളിലുണ്ട് എന്ന് ഉറപ്പുണ്ട് നമുക്ക്. പക്ഷെ എന്നാലും അതിലേക്ക് എത്തിപ്പെടാത്ത കുറേ മനുഷ്യന്മാരുണ്ട്. പൈസ ഇല്ല എന്ന് പറയും. ഒരു ഹജ്ജ് നിർവഹിക്കാൻ 20 പവൻ സ്വർണ്ണം ഉണ്ടാവും ഉമ്മാൻ്റെ കയ്യിൽ, എന്നാലും പോവില്ല. സ്വർണ്ണം ഇങ്ങനെ കെട്ടി വീട്ടിൽ പാത്തക്കാനുള്ളതല്ല. അതുകൊണ്ട് നിയ്യത്താക്കുക, അടുത്ത വർഷത്തിലേക്കൊരു ഹജ്ജിന് വേണ്ടി നിയ്യത്താക്കുക. ഉള്ളത്, കയ്യിലുള്ളത് എപ്പോഴും ആ നിയ്യത്ത് നമ്മുടെ കൽബിൽ വേണം. ആ പ്രാർത്ഥന നമ്മുടെ കൽബിൽ ഉണ്ടാവണം, നമ്മുടെ നാവുകളിൽ നിരന്തരമുണ്ടാവണം. അതിനുവേണ്ടി റബ്ബിനോട് ദുആ ചെയ്യുക, അതിനൊരു തൗഫീഖിന് വേണ്ടി പ്രാർത്ഥിക്കുക. ആഗ്രഹത്തിന് അല്ലാഹുവിൻ്റെ അടുക്കൽ വലിയ പ്രതിഫലമുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, സമ്പത്തുണ്ടായിട്ടും അതിലേക്ക് ശ്രദ്ധിക്കാത്ത ആളുകളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഹജ്ജുമായി ബന്ധപ്പെട്ട ഒരാഗ്രഹവും അത് പ്രാർത്ഥനയും അതുണ്ടെങ്കിൽ സഹോദരങ്ങളെ, ആ അടുത്ത വർഷമെങ്കിലും ഞാൻ പോകണം, അള്ളാഹു തൗഫീഖ് നൽകിയാൽ അതിലേക്ക് എത്തണമെന്നൊരു നിയ്യത്ത് നമ്മൾ എടുത്തുകൊണ്ട് മുന്നോട്ട് ചലിക്കാൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ ദുൽഹിജ്ജ മാസത്തിലെ അവസാനത്തെ 10 നമ്മളിൽ നിന്ന് ആ പെരുന്നാളിലേക്ക് അടുത്തു നിൽക്കുന്ന ഈ സമയത്ത് സഹോദരങ്ങളെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് ദുൽഹിജ്ജ മാസത്തിലെ അറഫയുടെ നോമ്പ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറെ പ്രതിഫലമായി പഠിപ്പിച്ചതാണ്. ദുൽഹിജ്ജ 9 അറഫയുടെ നോമ്പ്. ദുൽഹിജ്ജ 9 നോമ്പിനെക്കുറിച്ച് പല ആളുകൾക്കും വലിയ ശക്കാണ്. അറഫ നോമ്പ് എന്ന് പറയുമ്പോൾ അത് അറഫയിലാണല്ലോ നോമ്പ്, അറഫയിലേക്ക് ആളുകൾ പ്രവേശിക്കുന്ന അന്നാണല്ലോ നോമ്പെന്ന്. ഇസ്ലാമിലെ ഏതൊരു നോമ്പും നിസ്കാരവും ഒക്കെ സഹോദരങ്ങളെ മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അവർ അറഫയിലേക്ക് പ്രവേശിക്കുന്ന അന്ന് തന്നെ ഇവിടെ നോമ്പ് നോൽക്കണം എന്നതല്ല വിധി. ദുൽഹിജ്ജ 9 എന്നാണോ അന്ന് നോമ്പ് നോൽക്കുക. നമുക്ക് ദുൽഹിജ്ജ 9 എന്നാണോ, ദുൽഹിജ്ജ 1 കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ 9 എന്നാണോ നമുക്ക് വരുന്നത്, അന്നാണ് നമ്മുടെ ദുൽഹിജ്ജ 9 അറഫ നോമ്പ് എന്ന അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫളലായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള നോമ്പ് നമ്മൾ അനുഷ്ഠിക്കേണ്ടത്. ഇതിൽ ഭയങ്കര ശക്ക, ഭയങ്കര തല കൊടുത്ത് ചിന്തിച്ചിട്ട് അറഫ നോമ്പ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ലേ നോൽക്കേണ്ടത്. മുഹറം 10 നോമ്പ് നമ്മളെങ്ങനെ നോൽക്കൽ, മുഹറം 9 നോമ്പ് എങ്ങനെ നോൽക്കൽ, റമദാനിലെ നോമ്പ് നമ്മൾ എങ്ങനെ അനുഷ്ഠിക്കാറുള്ളത്? മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിലാണ്. അതും ഇതുപോലെ തന്നെ മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിലാണ് ഈ നോമ്പ് നമ്മൾ നിർവഹിച്ചു പോരേണ്ടത് സഹോദരങ്ങളെ. അതേപോലെ തന്നെ ഓരോ മാസത്തിൽ അവസാനങ്ങളിൽ ഓരോ മാസം നമ്മളിൽ നിന്ന് വിട പറയുമ്പോഴും ഓരോ മാസത്തിൻ്റെ 10, 11, 12, 13 ആ അറബി മാസത്തിൻ്റെ ഡേറ്റ് നോക്കാറുള്ളത് നമ്മൾ മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിലാണ്. ആ അടിസ്ഥാനത്തിൽ തന്നെയാണ് യഥാർത്ഥത്തിൽ ദുൽഹിജ്ജ 9 നോമ്പും നമ്മൾ അനുഷ്ഠിക്കേണ്ടത് എന്ന് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കുക. ഇനി നമ്മൾ ചിന്തിക്കേണ്ട വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. സ്വഹാബത്ത് ചോദിക്കുകയാണ്, സുഇല അൻ സൗമി യൗമി അറഫ. യൗമു അറഫ, അറഫ ദിവസത്തിലെ നോമ്പിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുകഫിറു സനത്തൽ മാദിയത്തുൽ ബാഖിയ. നോക്കൂ നിങ്ങൾ, ഒരു വർഷത്തെ പാപങ്ങൾ പുറത്തു കിട്ടാനുള്ള ഒരു ഇബാദത്തായി നമുക്ക് ഈ നോമ്പിനെ പരിചയപ്പെടുത്തി തന്നു മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ നോമ്പിലേക്ക് നമ്മൾ ശ്രദ്ധ കാണിക്കുന്ന ആളുകളായി മാറണം. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. അതുപോലെ തന്നെ ഉദ്ഹിയ്യത്തിൻ്റെ കാര്യത്തിലും നമ്മൾ കഴിഞ്ഞ 3 ഖുതുബകളിൽ നമ്മൾ പരാമർശിച്ചു പോകുന്നതാണ്. എല്ലാവരിലും ആ ശ്രദ്ധയുണ്ടാവണം. അതുപോലെ പെരുന്നാളിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് പെരുന്നാളിൻ്റെ സുന്നത്തുകളെ നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി ശ്രദ്ധിച്ച് ആ സുന്നത്തുകൾ അനുഷ്ഠിക്കുന്ന ആളുകളായി മാറാൻ നമ്മൾ പരിശ്രമിക്കുക. റഹ്മാനായ റബ്ബ് നമുക്കതിൻ്റെ സുന്നത്തുകളുടെ ശൈലി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒന്ന്, ഈദിൻ്റെ ദിവസം പ്രത്യേകം കുളിക്കൽ സുന്നത്താണ്.
എല്ലാ ദിവസവും നമ്മൾ കുളിക്കലുണ്ട്. പക്ഷേ ഈദിന് നിയ്യത്ത് വെച്ചാൽ പെരുന്നാളിൻ്റെ നിയ്യത്തോടു കൂടി പെരുന്നാളിൻ്റെ ദിവസം കുളിക്കുന്നത് സുന്നത്താണ്. അതോടൊപ്പം സുഗന്ധം ധരിക്കുന്നതും പുരുഷന്മാർക്ക് സുഗന്ധം ധരിക്കുന്നതും സുന്നത്താണ്. സ്ത്രീകളും പുരുഷന്മാരും ആ നിയ്യത്തോടു കൂടി കുളിക്കണം. പുരുഷന്മാർ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവർ സുഗന്ധം ധരിച്ചുകൊണ്ട് ഇറങ്ങൽ സുന്നത്തായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇനി രണ്ടാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്നത്തെ ദിവസം ഒന്നും കഴിക്കാതെ മുസല്ലയിലേക്ക് വരലാണ് സുന്നത്ത് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ജീവിച്ച് കാണിച്ചു തന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശൈലി, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ബലിമൃഗത്തെ അറുത്ത് നിസ്കാരം കഴിഞ്ഞ്, പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് വീട്ടിലെത്തി ആ ബലിമൃഗത്തെ അറുത്തുകൊണ്ട് അതിൻ്റെ മാംസം കഴിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പെരുന്നാളിനെ ആ ഭക്ഷണം കഴിക്കാറുള്ളത് എന്ന് ഹദീസുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ സ്വഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം അവർ ബലിമൃഗങ്ങളെ പള്ളിയോട് അടുപ്പിച്ച് കൊണ്ടുവരുമായിരുന്നു. ഈദ് കഴിഞ്ഞാൽ, നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ അവർ ബലികർമ്മത്തിലേക്ക് പ്രവേശിക്കുമായിരുന്നു എന്നൊക്കെ കാണാം, ഹദീസിൻ്റെ താളുകളിൽ നമുക്ക് കാണാം. സഹോദരങ്ങളെ, മൂന്നാമത്തെ കാര്യം തക്ബീറുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. തക്ബീറുകൾ അധികരിപ്പിച്ചു കൊണ്ടേയിരിക്കണം. തക്ബീറുകൾ വർദ്ധിപ്പിക്കേണ്ട അറഫാ ദിവസത്തിൻ്റെ ആ ഒന്നാമത്തെ അറഫാ ദിവസത്തിൻ്റെ സുബഹി മുതൽ തക്ബീറുകൾ ആരംഭിക്കാമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ദുൽഹിജ്ജ 1 മുതൽ തക്ബീർ ചൊല്ലാനുള്ള കൽപ്പനയും നമുക്ക് കാണാം. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നാലാമത്തെ ഒരു കാര്യം, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തിയത്, പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്ന സുന്നത്ത് പരസ്പരമുള്ള പെരുന്നാൾ തക്ബീർ ചൊല്ലുന്നതോടൊപ്പം പരസ്പരം ഒരു ആശംസാവാചകം ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പല ആളുകളും ഈദ് മുബാറക് എന്നൊരു പരാമർശമൊക്കെ നടത്താറുണ്ട്. ഇസ്ലാമിലേത് തെറ്റില്ല. പക്ഷേ സ്വഹാബത്ത് നിർവഹിച്ചു പോന്നിരുന്ന റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുള്ള തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും എന്ന ഒരു ശൈലി, ആ വാചകം പറഞ്ഞിട്ട് അതിൻ്റെ കൂടെ എന്ത് പറയാം? അതിൻ്റെ കൂടെ നമുക്ക് ഈദ് മുബാറക് എന്ന് പരാമർശിക്കാം. ഈദ് മുബാറക് എന്ന് മാത്രം പറയുന്നത് പണ്ഡിതന്മാർ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്ന പരാമർശങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും എന്നതിനെ വർദ്ധിപ്പിച്ചുകൊണ്ട് സ്വഹാബത്ത് അവരുടെ ഈദിൻ്റെ സമയങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ അഞ്ചാമതായി നമുക്ക് കാണാം, നല്ല വസ്ത്രം ധരിക്കുക. നല്ല വസ്ത്രം എന്ന് പറഞ്ഞാൽ ഹദീസിൻ്റെ പരാമർശം ഭംഗിയുള്ള വസ്ത്രം ധരിക്കുക എന്നുള്ളതാണ്. പുതിയ വസ്ത്രം തന്നെ ആവണമെന്നതല്ല പരാമർശം, മറിച്ച് ഭംഗിയുള്ളതാവുക. നല്ല ഭംഗിയുള്ള വസ്ത്രം ധരിച്ച് ഇസ്ലാമിക വേഷമുള്ള ഭംഗിയുള്ള വസ്ത്രം ധരിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് സുന്നത്തായി നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. ആറാമത്തത്, ഈദിലേക്ക് നിങ്ങൾ വരുന്ന സമയത്ത് ഈദിൻ്റെ സമയം കൃത്യമായി പാലിച്ചു കൊണ്ടുവരിക. അതേപോലെ തന്നെ ആറാമത്തെ സുന്നത്തായി റസൂലുള്ളാഹി പറഞ്ഞത്, ഈദിൻ്റെ മുസല്ലയിലേക്ക് വരുന്നത് ഒരു വഴിയും തിരിച്ചു പോകുന്നത് മറ്റൊരു വഴിയിലൂടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയിരുന്നു. അപ്പോൾ ഈദ് നിസ്കാരത്തിന് വേണ്ടി വരുന്നത് ഒരു വഴിയാവണം, തിരിച്ചു പോകുന്നത് മറ്റൊരു വഴിയാവണം. അത് സുന്നത്താണ്. ആ സുന്നത്തുകൾ നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. സഹോദരങ്ങളെ, ദുൽഹിജ്ജ 9 നോമ്പ് പ്രത്യേകം നമ്മൾ ശ്രദ്ധയോടുകൂടി അത് അനുഷ്ഠിക്കുക. അതിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിക്കണമെന്ന ലക്ഷ്യത്തോടെ, നിയ്യത്തോടു കൂടി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക. റഹ്മാനായ റബ്ബ് അതിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും സമയം കൊണ്ടും ധർമ്മസമരം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ കഅബയിൽ ചെന്ന് ഹജ്ജ് കർമ്മം നിർവഹിക്കാനുള്ള തൗഫീഖ് അള്ളാഹു എല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്ന എല്ലാ പിഴവുകളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന് അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. الله أكبر الله أكبر. أشهد أن لا إله إلا الله. أشهد أن محمد رسول الله.